നമ്മളങ്ങനെ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഏറ്റവും പുതിയ പൾസർ NS 400 ലോഞ്ച് ആയിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും NS 200 വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിലും വാഹനം നമ്മൾ നേരിട്ട് കാണുന്ന സമയത്തേക്ക് പല ഭാഗങ്ങളിൽ പല രീതിയിലുള്ള ചേഞ്ചുകൾ വാഹനത്തിൽ പ്രകടമാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിലെ പാനൽസ് തന്നെയാണ്. ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് പാനലാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് ബജാജ് പറയുന്നത്. അത് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ സൈഡിൽ, അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിൻ്റെ സൈഡിൽ, അതേപോലെ തന്നെ ഈ ഒരു ബാക്ക് ഫെൻഡറിൻ്റെ സൈഡിലൊക്കെ തന്നെയാണ്. പിന്നീട് ഈ ഒരു വാഹനത്തിൽ വരുന്നത് നമുക്കൊരു പുതിയ പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് സെറ്റപ്പാണ്. അതും ഒരു Z ഷേപ്ഡ് ആയിട്ടുള്ള LED DRLസോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. വാഹനത്തിൻ്റെ പടം നമ്മൾ കണ്ടപ്പോഴത്തേക്ക് അത് അത്ര നന്നായിട്ട് തോന്നിയില്ലെങ്കിലും ഇപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ഒരു അടിപൊളി ഡിസൈനായിട്ട് തന്നെ തോന്നുന്നുണ്ട്. കാരണം ഫ്രണ്ടിൽ നമുക്ക് നല്ല ഒരു അഗ്രസീവ് ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള LED ലൈറ്റ് കൂടിയാണ്. ഈ ഒരു DRS ആണെങ്കിൽ തോടും നല്ല ബ്രൈറ്റ് ആണ്. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ പേര് ബജാജ് പറയുന്നത് NS 400Z എന്നാണ്. ആ ഒരു Z ഷേപ്ഡ് ആയിട്ടുള്ള DRL ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 43 mm വലിപ്പം വരുന്ന ഒരു ഷാമ്പെയിൻ ഗോൾഡ് കളർ USD ഫോർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 110 സെക്ഷൻ റേഡിയൽ ടയർ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. 17 ഇഞ്ച് അലോയ് വീൽസിനാണ് ഇത് വരുന്നത്. ട്യൂബ്ലെസ് ടയറാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. MRFൻ്റെ ഭാഗത്തു നിന്നാണ് സ്റ്റോക്ക് ടയർസ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നീട് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഡിസ്ക് കാണാൻ സാധിക്കും. ഒരു 400cc മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ബിഗർ ബ്രേക്ക് ഡിസ്ക് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. 320 mm ആണ് ഈ ഒരു ബ്രേക്ക് ഡിസ്കിന്റെ വലിപ്പം വരുന്നത്. അതും ഒരു ഫ്ലോട്ടിംഗ് ഡിസൈനിലാണ് ബജാജ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രെമിക്കയുടെ ഒരു 2-port ആക്ച്വലി മൗണ്ടഡ് കാലിപ്പേഴ്സും ഫ്രണ്ടിൽ വരുന്നുണ്ട്. അത്രയാണ് വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാര്യങ്ങൾ. ഇനി കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 4 കളേഴ്സ് അവൈലബിൾ ആണ്. അതായത് ബ്രൂക്ലിൻ ബ്ലാക്ക്, ഗ്ലോസി റേസിംഗ് റെഡ്, പിവിറ്റ് ഗ്രേ, അതുപോലെ തന്നെ പേൾ മെറ്റാലിക് വെയിറ്റ്. അതേപോലെ തന്നെ ഈ ഒരു ബൈക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. വെറും 174 kilograms ആണ് ഇതിൻ്റെ കെർബ് വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പവർ ടു വെയിറ്റ് റേഷ്യോ ഡെലിവറി ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. കേട്ടിട്ട് നമ്മുടെ NS 200 എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ, ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ കേട്ട് നോക്കൂ. $12 ലിറ്ററാണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതേപോലെ തന്നെ 807 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. വശങ്ങളിൽ നോക്കിയാൽ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് ആ ഒരു പെരിമീറ്റർ ഫ്രെയിം തന്നെയാണ്. നമുക്ക് പൾസറിലുണ്ടായിരുന്ന അതേ ആ ഒരു ടെസ്റ്റഡ് ആൻഡ് പ്രൂൺ ആയിട്ടുള്ള പെരിമീറ്റർ ഫ്രെയിമാണ് ഇതിലും വന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതാണ് ഈ ഒരു പുതിയ 373cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOSC എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഡൊമിനറിൽ നിന്നും ഡിറൈവ് ചെയ്ത അതേ സെയിം എഞ്ചിൻ തന്നെയാണ്. പക്ഷേ പൾസറിന് വേണ്ടിയിട്ട് ഇതിനെ ടോട്ടലായിട്ട് ബജാജ് റീട്യൂൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നത് റൈഡ് ബൈ വയർ ത്രോട്ടിലാണ്. അതായത് മെക്കാനിക്കൽ ത്രോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് വാഹനത്തിൽ ഇലക്ട്രോണിക് ത്രോട്ടിലാണ് ഈ ഒരു വാഹനത്തിൽ ബജാജ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ 4 വ്യത്യസ്ത റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. സ്പോർട്സ്, ഓഫ് റോഡ്, റെയിൻ ആൻഡ് റോഡ് എന്നിങ്ങനെ 4 വ്യത്യസ്ത മോഡുകളാണ്. ഈ മോഡുകൾക്കൊക്കെ അനുസരിച്ച് തന്നെ എഞ്ചിൻ്റെ ട്യൂണിങ്ങിൽ, എഞ്ചിൻ്റെ റെസ്പോൺസിലൊക്കെ തന്നെ മാറ്റം വരും എന്നാണ് ബജാജ് പറയുന്നത്. മാത്രമല്ല ഈ ഒരു വാഹനത്തിൽ നമുക്ക് സ്വിച്ചബിൾ ട്രാക്ഷൻ കൺട്രോളും വരുന്നുണ്ട്. അതായത് ഓഫ് റോഡ് മോഡിലും റെയിൻ മോഡിലൊക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസോട് കൂടി തന്നെ ട്രാക്ഷൻ കൺട്രോൾ വർക്ക് ആവുന്നതാണ്. സ്പോർട്സ് മോഡിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓഫ് റോഡ് മോഡിൽ ട്രാക്ഷൻ കൺട്രോൾ ഓണും ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇതെന്തായാലും നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കാമെന്നാണ്. എന്തായാലും മൾട്ടിപ്പിൾ റൈഡിംഗ് മോഡ്സ് വന്നിട്ടുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റിയിട്ട്. ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. അതുപോലെ തന്നെ ഓരോ മോഡിനനുസരിച്ചും ABSൻ്റെ കാലിബ്രേഷനിലും വ്യത്യാസങ്ങൾ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട് ബജാജ്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിയർ ABS സ്വിച്ച് ഓഫ് ആക്കാൻ സാധിക്കില്ല. എങ്കിൽ കൂടി ഓഫ് റോഡ് മോഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ഓഫ് റോഡ് റൈഡിംഗ് സേഫ് ആയിട്ട് എൻജോയ് ചെയ്യാവുന്ന തരത്തിലേക്കാണ് അത് ചെയ്തിരിക്കുന്നതാണ് ബജാജ് അവകാശപ്പെടുന്നത്. അത് നമുക്ക് റൈഡിംഗ് ടൈമിൽ നോക്കാവുന്നതാണ്. പിന്നീട് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 168 mm ആണ് വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. താഴെ നമുക്കൊരു എഞ്ചിൻ കൗള് വരുന്നുണ്ട്. അതേപോലെ തന്നെ ലിക്വിഡ് കൂളിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഡിയേറ്റർ ഫ്രണ്ടിൽ വരുന്നുണ്ട്. പിന്നീട് ഈ ഒരു ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ടയറിൻ്റെ സൈസ് കൂട്ടിയിട്ടുണ്ട്. 130 NS 200 130 ആണെങ്കിൽ ഇതിൽ നമുക്ക് 140 സെക്ഷൻ റേഡിയൽ ടയറാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 17 ഇഞ്ച് അലോയ് വീൽസിലാണ്. 230 mm ആണ് ബാക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് വരുന്നത്. സ്വിങ്ങാം നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ സ്ക്വയർ ട്യൂബ് ടൈപ്പ് സ്വിങ്ങാമാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എക്സോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 200 കാണുന്ന പോലെ തന്നെ അണ്ടർ ബെല്ലി എക്സോസ്റ്റുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നൈട്രോസ് ചാർജ് മോണോ ഷോക്ക് അബ്സോർവേഴ്സും ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ NSൽ നമ്മൾ കണ്ടുള്ള സെയിം സീറ്റാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. റൈഡർ സീറ്റ് ആയിക്കോട്ടെ, പില്ലൻ സീറ്റ് ആയിക്കോട്ടെ, ഗ്രാബ് റെയിൽ ആയിക്കോട്ടെ, അതിലൊന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല. LED ടൈൽ ലാമ്പ് ഉണ്ട്. അതൊരു സിഗ്നേച്ചർ പൾസർ സ്റ്റൈലിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഓൾ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് വിത്ത് ബ്ലിങ്കേഴ്സ്. ആദ്യമായിട്ടാണ് ഒരു പൾസർ മോഡൽ നമുക്ക്
ഹസാർഡ് ഫംഗ്ഷൻ വരുന്നത് അത് ഈ ഒരു വാഹനത്തിലും ബജാജ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഹാൻഡിൽ ബാർ നോക്കിക്കഴിഞ്ഞാൽ ബാർ ടൈപ്പ് ഹാൻഡിൽ ബാർ ആണ് വരുന്നത്. അതും ടേപ്പേഡ് ഹാൻഡ് ബാർസ് ആണ്. സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് കനം കുറഞ്ഞ് നടുക്കത്തേക്ക് വരുന്നത്തേക്ക് കനം കൂടിയ രീതിക്കാണ് വരുന്നത്. മീറ്റർ കൺസോൾ മറ്റൊരു വലിയ ഫാക്ടറാണ്. ഒരു LCD കൺസോളാണ് വന്നിരിക്കുന്നത് വിത്ത് 10x10 നാവിഗേഷൻ, കോൾ ആൻഡ് മെസ്സേജ്, അലേർട്ട് ആൻഡ് അറ്റൻഡ് ആൻഡ് റിജക്ട് ഫംഗ്ഷൻ. അതേപോലെ തന്നെ മ്യൂസിക് കൺട്രോൾസും വരുന്നുണ്ട്. വോളിയം കൺട്രോൾ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നതാണ്. ട്രാക്ക് ടൈമർ ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. സോ ഒരു കണക്റ്റഡ് ബ്ലൂടൂത്ത് ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു USB Type-A ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാഡ്ജറ്റ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ചാർജ് എടുക്കാൻ സാധിക്കുന്നതാണ്. സ്വിച്ച് കേസിൽ അപ്ഗ്രേഡ് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച്, അതുപോലെ തന്നെ ഹസാർഡ് മോഡുകളുടെ സ്വിച്ച്, താഴെ ഹെഡ് ലാമ്പിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്, ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 4-way ജോയ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു പുതിയ കൺസോളിനെ കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ 10 ഇൻഡിക്കേറ്റർ, ഹോണ്, ലൈറ്റ്, പാസ് സ്വിച്ച് ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് വരുന്നൊരു മാറ്റമാണ് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് ആണ് വരുന്നത്. 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിലിറ്റി തൊട്ടുള്ള പുതിയ ലിവേഴ്സ് ആണ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് ഏറ്റവും പുതിയ ബജാജ് പൾസർ NS 400Z മോഡൽ വന്നിരിക്കുന്ന വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വോക്ക് റൗണ്ട് വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റൈഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇനിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ പ്രൈസ്. അതായത് 1.85 lakhs എക്സ് ഷോറൂമിനാണ് ഇൻട്രൊഡക്ടറി പ്രൈസ് ബജാജ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഫോർ ദിസ് പ്രൈസ് ഇറ്റ്സ് എ വെരി അഗ്രസീവ് പ്രൈസിങ് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. കാരണം ഈ ഒരു പ്രൈസിംഗ് കൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ മോസ്റ്റ് അഫോർഡബിൾ 400cc വാഹനമായിട്ട് മാറിയിരിക്കുകയാണ്. പെർഫോമൻസ് ഫിഗേഴ്സ് ഞാൻ പറഞ്ഞില്ല. ഈ ഒരു എഞ്ചിനിൽ നമുക്ക് 40 PS പവറും 35 Nm ടോർക്കുമാണ് കിട്ടുന്നത് വിത്ത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആൻഡ് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച്. സോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ളൊരു വാഹനം വളരെ അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിലാണ് ബജാജ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വാഹനത്തെ പറ്റിയുള്ള നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കൂടുതൽ വേണമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും NS 400 പറ്റിയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വീഡിയോ കാണുന്നത്.